ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ഇത് ടൈലൊട്ടിച്ച് എല്ലാ ബോക്സി എല്ലാം ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലീക്ക് കണ്ടതിനെ തുടർന്നാണ് നമ്മൾ ഈ ടൈൽസ് പൊളിച്ച് നമ്മൾ രണ്ടാമത് പ്ലാസ്റ്റർ ചെയ്ത് 2 അടി ഹൈറ്റിന് വാട്ടർ പ്രൂഫിങ് ചെയ്ത് ഒട്ടിച്ചത്. ഇങ്ങനെ ഒട്ടിക്കുന്ന വീട്ടുകാരെ ശ്രദ്ധിക്കുക ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട്, ടൈൽസിൻ്റെ കോർണറിൽ ഈ 2 ടൈൽസിൻ്റെയും കോർണറിൽ ഇതേക്കണം 3 mm സ്പേസിൽ അവിടെയും ഇടണം. ഒരു കാരണവശാലും മുട്ടിച്ചൊട്ടിക്കരുത്. അതുപോലെ ഫ്ലോറും വാളും ചേരുന്ന സ്ഥലത്തും 3 mm ഗ്യാപ്പ് ഇട്ടിട്ട് എഫോക്സി ചെയ്യണം. അല്ലെങ്കിൽ അതിൽ കൂടെ വീണ്ടും ലീക്ക് വരാൻ സാധ്യതയുണ്ട്. പണിക്കാരോടല്ല പറയുന്നത്, ഏതെങ്കിലും വീട്ടുകാർ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ടാണ്. എല്ലായിടത്തും ഗ്യാപ്പ് വേണം. ഫ്ലോർ വരുന്നിടത്ത് എല്ലായിടത്തും നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര പൈസ മുടക്കി ചെയ്തിട്ട് വീണ്ടും ലീക്ക് വരാൻ സാധ്യതയുണ്ട്. കോർണറെല്ലാം 3 mm ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എഫോക്സി ചെയ്യാൻ. ഒരു കാരണവശാലും മുട്ടിച്ചൊട്ടിക്കരുത്. പണിക്കാരോടല്ല പറയുന്നത്, ഏതെങ്കിലും വീട്ടുകാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കി ചെയ്യുക. അപ്പോൾ ഓക്കെ, വർക്കെല്ലാം കഴിഞ്ഞു. ഇവിടെയൊക്കെ ലീക്ക് വന്നിട്ട് കാണാം, ചുമരിൻ്റെ സൈഡിലെല്ലാം കാണാം. ഇവിടെ അതുകൊണ്ടാണ് ഇത് പൊളിച്ച് നമ്മൾ ഒട്ടിച്ചത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.